ഈ കടുവയും പുലിയും ഒക്കെ നമുക്കറിയാം കാടിളക്കി ജീവിക്കുന്ന മൃഗങ്ങളാണ്. അവയുടെ ആയ കാലത്ത് അവ ചിലപ്പോൾ ഒരു ആനയെ പോലും ഒറ്റയടിക്ക് അടിച്ച് താഴെ ഇട്ടെന്നൊക്കെ വരും. എന്നാൽ പ്രായമായി കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി പല്ലൊക്കെ കൊഴിഞ്ഞാൽ വല്ലതും എലിയെ പിടിച്ചും അണ്ണാനെ പിടിച്ചും ഒക്കെയാണ് അതിൽ പലതും ജീവിച്ചു പോകുന്നത്. നമ്മുടെ ഈ മാത്യു സാമുവലിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അദ്ദേഹം ഒരു കാലത്ത് ഒരു വലിയ പുലിയായിരുന്നു. തെഹൽക്ക, കുംഭകോണമൊക്കെ പോലെയുള്ള പ്രശസ്തമായിട്ടുള്ള പല ഇടപാടുകളിലും അദ്ദേഹത്തിൻ്റെ പേരുകൾ വരികയും ദേശീയ തലത്തിലെ ശ്രദ്ധേയനാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരുമാതിരി പപ്പരാസി ജേർണലിസം നടത്തിയാണ് ജീവിക്കുന്നത്. പലരെക്കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞും കിംവദന്തികൾ വരുത്തിയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുമൊക്കെയാണ് പല വീഡിയോകളും സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പല വീഡിയോകളൊക്കെ നടത്തി അദ്ദേഹം ജീവിച്ചു പോവുകയാണ്. ഇതിന് യെല്ലോ ജേർണലിസം എന്നൊരു വാക്കാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അദ്ദേഹം പലപ്പോഴും പല വീഡിയോകളിലും ഇന്ത്യയിലെ പല ഭാഗത്തും വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു, ധാരാളം ആളുകൾ ക്രിസ്ത്യാനികളാകുന്നു എന്നൊക്കെയുള്ള ഒത്തിരിയേറെ വീഡിയോകൾ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് പലപ്പോഴും പലരും വളരെ ആവേശം ഉണ്ടാകുന്നുണ്ട്, ഒത്തിരിയേറെ വ്യൂവേഴ്സിനെ കിട്ടുന്നുണ്ട്, ധാരാളം പേര് ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് അദ്ദേഹമോ ഇത് കാണുന്നവരൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുമൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന എത്രയോ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ മിഷൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഒന്നോ ഒറ്റയോ ഒക്കെയുള്ള സംഭവങ്ങളെ ഇങ്ങനെ 100 ഇരട്ടിയും 1000 ഇരട്ടിയായിട്ടൊക്കെ പെരുപ്പിച്ച് കാണിച്ചാൽ അത് ഈ സമൂഹത്തിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുകയും വിഭാഗീയത ഉണ്ടാക്കുകയും ആളുകളെ പലപ്പോഴും പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിലുള്ളവരെ മിഷൻ പ്രദേശങ്ങളിലുള്ളവരൊക്കെ ആക്രമണത്തിന് ഇരയാകുകയും ചെയ്യും. ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് അദ്ദേഹം ഇപ്രകാരമുള്ള വീഡിയോകൾ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ അടുത്ത ഇടയ്ക്ക് ഈ ഭാരതത്തിന് തന്നെ അഭിമാനമായ അഭിവന്ദ്യ കർദിനാൾ കൂവക്കാട്ട് പിതാവിനെ കുറിച്ച് വളരെ ആരോപണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. അഭിവന്ദ്യ കൂവക്കാട്ട് പിതാവ് ഇതൊരു പെട്ടിപിടുത്തക്കാരനാണെന്നോ എന്താണ് ഒരു ട്രാവൽ ഏജന്റ് ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഭാരതത്തിൻ്റെ അഭിമാനം എന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള ഭാരതത്തിൻ്റെ പ്രതിനിധി സംഘം ആ ചടങ്ങിൽ പങ്കെടുത്തു. എന്തുമാത്രം ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നമ്മുടെ രാഷ്ട്രം തന്നെ വീക്ഷിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കണം. കാരണം അദ്ദേഹം അത്രയധികം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള നയതന്ത്ര തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഈ IAS ഒക്കെ ഉണ്ട്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ IFS ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇതൊക്കെ ഈ സിവിൽ സർവീസ് ഒക്കെ കിട്ടുന്നതിനായിട്ട് ഒരു വർഷം ഏതാണ്ട് ഒരു 10 ലക്ഷത്തോളം ആളുകളൊക്കെ എഴുതുന്ന പരീക്ഷയാണ്. അതിനകത്തുനിന്ന് ഏതാണ്ട് 800 പേർക്കാണ് ഈ IAS, IPS, IFS ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ IFS ഒക്കെ കിട്ടുന്നത് ആദ്യത്തെ ഒരു 200 റാങ്കിലൊക്കെ താഴെ വരുന്നവർക്കാണ്. ഇതേപോലെ തന്നെയുള്ള ഇതിന് സമാനമായിട്ടുള്ള പരീക്ഷ വത്തിക്കാനിൽ പോയി എഴുതി പാസ്സായ വ്യക്തിയാണ് അദ്ദേഹം. സായിപ്പുമാരോടും മറ്റു രാജ്യങ്ങളുള്ളവരോടൊക്കെ മത്സരിച്ച് ഉയർന്ന റാങ്കിൽ വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയത്തിൽ അല്ലെ ഡിപ്ലോമാറ്റിക് സർവീസ് അല്ലെ വിദേശകാര്യം എന്നൊക്കെ നമുക്ക് പറയാം, അതിൽ അദ്ദേഹത്തെ നിയമിക്കുവാനായിട്ട് ഇടയായത്. അദ്ദേഹം അവിടെ വളരെ അത്രയും ബ്രില്യൻ്റ് ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യവുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുറന്നുണ്ടായിട്ടുള്ള പുരോഗതിക്ക് കാരണം. അദ്ദേഹം ജോലി ചെയ്ത രാജ്യങ്ങളെ നമ്മൾ നോക്കിയാൽ അദ്ദേഹം 2006 മുതൽ ഇവിടെ സർവീസ് ചെയ്ത് വരികയാണ്. അദ്ദേഹം വളരെയധികം റിസ്ക് ഉള്ള പ്രദേശങ്ങളിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഒരു രാജ്യം ഇറാൻ, അതുപോലെ തന്നെ കോസ്റ്റാറിക്ക, കൊറിയ, വെനിസ്വല, ഈ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്കറിയാം. വളരെയധികം കലാപങ്ങളും യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. ഇപ്രകാരം അവിടെ ജീവൻ പണയം വെച്ച് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് അദ്ദേഹം സഭയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു നയതന്ത്ര ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അധികാരികളെ കണ്ട് മനസ്സിലാക്കി നേരിട്ട് വത്തിക്കാനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ മാർപ്പാപ്പയുടെ വിദേശ സന്ദർശനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതലയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അദ്ദേഹത്തെയാണ് വെറും ഒരു ട്രാവൽ ഏജന്റ് എന്നും പറഞ്ഞ് നമ്മുടെ മാത്യു സാമുവൽ അപമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 40 ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരെ നയിച്ചുകൊണ്ടാണ് അദ്ദേഹം മാർപ്പാപ്പയുടെ വിദേശയാത്രകൾ ക്രമീകരിക്കുന്നത്. ഒരു വിദേശയാത്രയും ക്രമീകരിക്കാൻ 1-2 വർഷത്തെ സമയമെടുത്താണ്. ഇതിനിടയ്ക്ക് 4-5 തവണ ആ രാജ്യത്ത് പോയി അവിടുത്തെ മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ച്, അതുപോലെ തന്നെ സഭാ നേതൃത്വത്തെ കണ്ട് സന്ദർശിക്കുന്ന പ്രദേശങ്ങളെ അവിടുത്തെ സെക്യൂരിറ്റി, താമസം, കൂടെ വരുന്നവരുടെ താമസം, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ചെറിയൊരു പാളിച്ചയോ വീഴ്ചയോ പോലും വരാതെ ഇത് ക്രമീകരിക്കുന്നതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ അനേകം സന്ദർശനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ഇതുവരെ നടത്തി കഴിഞ്ഞു. ഇതുവരെ ഒരു രാജ്യത്ത് പോയിട്ട് പോലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടായതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയോ എന്തെങ്കിലും ഉണ്ടായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ്. ഏതാണ്ട് 20 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് തന്നെ ഒരു ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തപ്പെടേണ്ട സമയമായി. ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തപ്പെട്ട് ഒരു നൂൻഷ്യോ അഥവാ ഒരു അംബാസിഡർ ആയിട്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു രാജ്യത്തെ, ആ രാജ്യത്തെ വത്തിക്കാൻ്റെ അംബാസിഡറായിട്ടും അവിടുത്തെ സഭയുടെ പ്രധാന ചുമതലയിട്ടും നിയമിക്കപ്പെടേണ്ട ഒരു സമയമായി. ഞങ്ങൾ അപ്രകാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തെ മാർപ്പാപ്പ സ്വല്പം കൂടി ഉയർന്ന ഒരു കർദിനാൾ പദവി എന്നൊരു പദവി അദ്ദേഹത്തിന് കൊടുത്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനും സ്വഭാവ നൈർമല്യത്തിനുമുള്ള വലിയൊരു അംഗീകാരമാണ് ആഗോള സഭ അദ്ദേഹത്തിന് നൽകിയത്. ഇപ്രകാരം ഒരു കാര്യത്തിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം, വലിയൊരു നേട്ടം നമ്മുടെ നാടിന് ലഭിച്ചിട്ട് അതിനെ വെറും നിസ്സാരമാക്കാനായിട്ടും അപമാനപൂർവ്വം സംസാരിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് അപവാദങ്ങൾ പറയാനുമായിട്ടാണ് ഇപ്രകാരം ഒരു മുൻകാല ജേർണലിസ്റ്റ് തയ്യാറാകുന്നത്. അതിന് അദ്ദേഹം പല കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല ഭാഷയിലിറങ്ങിയ പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ അടിസ്ഥാനമാക്കി പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ വാർത്തയുടെ ഒരു ഫോട്ടോ പോലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്ക് അദ്ദേഹം കാണിച്ചിട്ടില്ല. ഇപ്രകാരം പറയൽ മാത്രമാണ്. പിന്നെ അതോടൊപ്പം നമ്മൾ ഓർക്കണം, മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും ഈ യെല്ലോ ജേർണലിസം ഉണ്ട്. അപവാദങ്ങൾ പ്രചരിപ്പിക്കുവാനും പ്രശസ്തരായ വ്യക്തികൾ, അംഗീകാരം ലഭിച്ച വ്യക്തികളെ ഈഴ്ത്തി കാണിക്കാനുമായിട്ടൊക്കെയുള്ള പരിശ്രമങ്ങൾ മലയാളത്തിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഭാഷകളിലും എല്ലാ നാടുകളിലും അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇന്ന ഭാഷയിലെ പത്രത്തിൽ ഇത് വന്നു എന്നുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ അതൊരിക്കലും ശരിയാകത്തില്ല. അദ്ദേഹം മറ്റ് യെല്ലോ ജേർണലിസംകാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് താൻ പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമാണ്, വാസ്തവമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം അഭിയന്ത കൂവക്കാട്ട് പിതാവിനെക്കുറിച്ച് അതുപോലെ തന്നെ മാർപ്പാപ്പയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യം പറയുമ്പോഴും ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് വാസ്തവം എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ പുട്ടിനിടയിൽ തേങ്ങാപ്പേരി ഇടുമല്ലോ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് യാഥാർത്ഥ്യമാകത്തില്ല, അത് വാസ്തവമാകത്തില്ല. പ്രിയപ്പെട്ട മാത്യു സാമുവൽ, അങ്ങയോട് എനിക്ക് നൽകാനുള്ള ഒരു ഉപദേശം ഇതാണ്. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അപസ്വരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങേക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് ആശംസിക്കുന്നു.